കല്യാണം കഴിഞ്ഞിട്ടും സൽസന്താനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വഴിപാടുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രയോഗങ്ങളും ആയുർവേദ കൂട്ടുകളും ചികിത്സകളൊക്കെ ചെയ്തിട്ടും നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. അതിനുള്ള ചില പരിഹാര മാർഗങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുൾ പാക്കേജാണ്. ആൺകുട്ടിയുടെ ജനനം, ആൺകുട്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ദമ്പതിമാർ എന്താണ് ചെയ്യേണ്ടത്, പെൺകുട്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ദമ്പതിമാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങുന്ന വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് വളരെയേറെ ഗുണം നൽകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. തെല്ലും സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ ശരത്ചന്ദ്ര ശർമ്മ ശാന്തി. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ വ്ളോഗ്. സൽസന്താനം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വിശിഷ്ടമായ, വളരെയേറെ വിശിഷ്ടമായ ഒരു മന്ത്രമാണ് ഞാൻ ആദ്യം പറയുന്നത്. മന്ത്രം സന്താനഗോപാല മന്ത്രമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത്. ഈ മന്ത്രം നമുക്ക് കണ്ടെത്തി തന്നത് നാരദീർഷിയാണ്. അപ്പോൾ ഛന്ദസ് ചൊല്ലുമ്പോൾ നാരദീർഷി, അനുഷ്ടുപ് ഛന്ദ, സന്താനഗോപാല മഹാവിഷ്ണുർ ദേവത, ഇതാണ് ഛന്ദസ്. ഇനി ഇതിൻ്റെ മന്ത്രമാണ് ദേവകി സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണംഗത. ഇതാണ് ആ മന്ത്രം. ഈ മന്ത്രം ദമ്പതിമാര് കൃത്യമായി വ്രതത്തോടുകൂടി, ശരീരശുദ്ധിയോടുകൂടി, മനഃശുദ്ധിയോടുകൂടി രാവിലെ എഴുന്നേറ്റ് പ്രഭാത സമയത്ത് ഒരു വിളക്ക് തെളിയിച്ചു വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വലിയൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മന്ത്രം ചൊല്ലിയിട്ട് സുകുമാരൻ നെയ്യ് ആയുർവേദ ഷോപ്പുകളിലൊക്കെ നമുക്ക് ലഭിക്കും. ആ നെയ്യ് വാങ്ങിയതിന് ശേഷം ഈ മന്ത്രം ഉരുക്കഴിച്ച് അതിൽ ചേർത്തിട്ട് അത് സേവിച്ചു കഴിഞ്ഞാൽ ഇഷ്ട സന്താനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതക പ്രശ്നമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് ആ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം വേണം ഇത്തരം പ്രയോഗങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ. എങ്കിലാണ് അത് കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് വരികയുള്ളൂ. അതായത് നമ്മൾ സഞ്ചരിക്കേണ്ടുന്ന വഴിയിൽ ഒരു തടയുണ്ട് എങ്കിൽ, ആ തടസ്സമുണ്ട് എങ്കിൽ, ആ തടസ്സം മാറ്റിയാൽ മാത്രമല്ലേ നമുക്ക് ആ വഴി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടേതായിട്ടുള്ള നക്ഷത്ര വിധിപ്രകാരമായിട്ടുള്ള ആ ദമ്പതിമാരുടെ നക്ഷത്ര വിധിപ്രകാരമായിട്ടുള്ള ദുരിതങ്ങൾ, ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നല്ലൊരു ജ്യോതിഷനെ പോയി കണ്ട് അതിൻ്റെ പ്രശ്ന പരിഹാരമായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം വേണം ഇത്തരം പ്രയോഗങ്ങളിലേക്ക് ഏർപ്പെടാൻ. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ അലോപ്പതി ചികിത്സ ചെയ്യുന്ന വ്യക്തികളാവാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനോടൊപ്പം ഇത് ചെയ്യാവുന്നതാണ്, സംശയം ചെയ്യാവുന്നതാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ ആയുർവേദപരമായിട്ടുള്ള മരുന്ന് ചികിത്സ തേടുന്ന അല്ലെങ്കിൽ ചികിത്സ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ ഒരു പ്രയോഗം ചെയ്യാവുന്നതാണ്. വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഒരു മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അർച്ചന കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ സന്താനഗോപാല മന്ത്രം കൊണ്ട് ഗണപതി ഹോമത്തിൽ, സാധാരണ നടന്നു വരുന്ന ഗണപതി ഹോമത്തിങ്കൽ ഈ സന്താനഗോപാല മന്ത്രം കൊണ്ട് നെയ്യ് ഹോമിച്ചിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദമെടുത്ത് ഭാര്യയെ ഭർത്താക്കന്മാർ സേവിക്കുന്നത് വളരെയേറെ ഉത്തമമാണ്. വളരെയേറെ ഗുണം അവർക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം അതിന് ചികിത്സ തേടാവുന്നതാണ്. അതിന് ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ചില മരുന്ന് കൂട്ടുകളെ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, അശ്വഗന്ധ ചൂർണം വാങ്ങിയിട്ട് പശുവിൻ പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ പശുവിൻ പാല് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പൂവമ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഉഴുന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗോതമ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ
ബീജങ്ങളുടെ ചലനക്കുറവിന് വേണ്ടിയിട്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ ലഭിക്കുന്ന ഒരു തൈലമാണ് വലിയ നാരായണ തൈലം. ഇത് വാങ്ങിയതിന് ശേഷം ഒരു 10 തുള്ളി ശുദ്ധമായ പശുവിൻ പാലിൽ ഒറ്റിച്ചിട്ട്, അതായത് വീഴ്ത്തിയിട്ട് അത് കഴിക്കുന്നത് വളരെയേറെ ഗുണം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അഷ്ടമി രോഹിണി വരുന്ന ദിവസം വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടി ഈ ഒരു മന്ത്രജപം, ഈ ഞാൻ പറഞ്ഞ സന്താനഗോപാല മന്ത്രജപം കൃത്യമായി ജപിച്ചു കഴിഞ്ഞാൽ, കുറഞ്ഞത് 41 തവണയെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ സന്താനം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വഴിപാട് ഞാൻ പറഞ്ഞുതരാം. അതായത് എറണാകുളം ജില്ലയിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലൊരു ക്ഷേത്രമുണ്ട്, ഏലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഇവിടെ പോയതിനു ശേഷം ആ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കാണുന്ന ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ ഒരു തൊട്ടിൽ കെട്ടി വഴിപാട് നേരുന്നത് വളരെയേറെ നല്ലതാണ്. അതായത് ആ തൊട്ടിൽ കെട്ടി വഴിപാട് നേർന്നതിന് ശേഷം പിറ്റേ വർഷം ദമ്പതിമാർക്ക് സന്താനം ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഈ ഒരു വഴിപാട് ചെയ്യുന്നത് വളരെയേറെ എന്തുകൊണ്ടും വളരെ നല്ല ഒരു കാര്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ആൺകുട്ടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോഗങ്ങൾ. പഴമക്കാർ ചെയ്തിരുന്ന ചില പ്രയോഗങ്ങളാണ്, രഹസ്യമായി വച്ചിരുന്ന ചില പ്രയോഗങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ മണ്ടത്തരമാണോന്നൊക്കെ, ഇയാൾക്ക് എന്താ പ്രാന്താണോ മണ്ടത്തരമാണോ എന്ന് തോന്നിയിരിക്കാം. പക്ഷേ ഇത് പൊതു അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ചെയ്തിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺകുട്ടി ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ദമ്പതിമാർ ചെയ്യേണ്ടത്, പൂയം നക്ഷത്രത്തിൽ, അതായത് പൂയം നക്ഷത്രത്തിൽ സ്വർണം, വെള്ളി, ഇരുമ്പ് ഇതിലേതെങ്കിലും ഒരു ലോഹമെടുത്ത് ഒരു ആൾരൂപം ഉണ്ടാക്കി ആ ആൾരൂപത്തെ തീയിലിട്ട് ചുട്ടു പഴുപ്പിക്കും. അതായത് തീയുടെ തന്നെ നിറമായി വരുന്ന സമയത്ത് ശുദ്ധമായ പശുവും പാലിലേക്ക് അങ്ങ് ഇടും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അല്പം തണുക്കുന്നതിന് ശേഷം ഇത് കഴിക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് കാലം കഴിച്ചാൽ അവർക്ക് ലഭിക്കുന്നത് ആൺകുഞ്ഞായിരിക്കും. കേൾക്കുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ കൈവിരൽ വെച്ചിട്ട് ചിലപ്പോൾ എന്നെ കളിയാക്കിയായിരിക്കാം, പക്ഷേ ഇത് സത്യമാണ്. ഇത് പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമുണ്ട്. അതായത് പേരാലിൻ്റെ മൊട്ടുണ്ടല്ലോ, പേരാലിൻ്റെ മൊട്ടെടുത്ത് പാലിലരച്ച്, അതായത് നല്ല ശുദ്ധമായ പശുവിൻ പാലിൽ അരച്ച് പൂയം നാളിൽ കഴിച്ചു കഴിഞ്ഞാൽ, ഇത് കുറച്ച് ദിവസം കഴിക്കേണ്ടി വരും. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വന്നു ചേരുന്നത് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് ആൺകുട്ടിയായിരിക്കും. ഇത് പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. ഇനി പെൺകുട്ടിയാണ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് മകളായി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ചില സൂത്രവിദ്യയുണ്ട്. അതായത് പൗർണമി നാളിൽ, വെളുത്ത വാവ് വരുന്ന ദിവസം പൗർണമി നാളിൽ ഈ കൂവളം ഉണ്ടല്ലോ, കൂവളത്തിൻ്റെ ഇല എടുത്ത്, അതായത് 3 ഇതളോടുകൂടി വരുന്ന ഇല 3 ഇല ഉണ്ടാവും ഒരു തണ്ടിൽ. ആ ഇല എടുത്തതിന് ശേഷം കറുകപ്പുല്ലില്ലേ, നമ്മുടെ ഈ മഴ സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു പുല്ലാണ് കറുകപ്പുല്ലിൻ്റെ നീരിൽ അരച്ച് ആ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നത് പെൺകുട്ടിയായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമുണ്ട്, ത്രിഫല ആഴ്ചയിലൊരിക്കൽ കഴിച്ചതിന് ശേഷം, അതായത് എന്നാണോ കഴിക്കുന്നത്, ഇന്ന് കഴിക്കുകയാണെങ്കിൽ നാളെ, അതായത് പിറ്റേ ദിവസം ചെറുജീരകമെടുത്ത് നെയ്യിൽ, ശുദ്ധമായ പശുവിൻ നെയ്യിൽ അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കലക്കി കഴിക്കുക. ഇങ്ങനെ ചെയ്താൽ അവർക്ക് വന്നു ചേരുന്ന സന്താനം എന്ന് പറയുന്നത് പെൺകുട്ടിയായിരിക്കും. ഇത് പഴയ ആൾക്കാർ ഉപയോഗിച്ച് വന്നിരുന്ന ചില പ്രയോഗമാണ്, രഹസ്യമായിരുന്ന, അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അറിയാത്ത ചില പ്രയോഗമാണിത്. അത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ എന്ത് ചെയ്താലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജാതകവശാലുള്ള എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം വേണം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്യാൻ. ആ ഒരു തടസ്സം മാറാതെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പ്രയോഗങ്ങൾ ഉണ്ടായിട്ടില്ല, അതിന് ഫലം കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സന്താനഗോപാല മന്ത്രത്തെ പോലെയുള്ള മറ്റൊരു ശക്തിയേറിയൊരു മന്ത്രമുണ്ട്, സന്താന ശങ്കര മന്ത്രം. ഇത് അതീവ ശക്തിയേറിയ മറ്റൊരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ജപിക്കുന്നതും ദമ്പതിമാർക്ക് വളരെയേറെ നല്ലതാണ്. മന്ത്രം ഇതാണ്: പാർവതീശ മഹാദേവസുതം മേ ദേഹി ശങ്കര യുവാനം ധർമ്മനിതം
ആയുഷ്മന്തം യശ്വസിനം. ഇതാണ് മന്ത്രം. ഈ ഒരു മന്ത്രം ശങ്കരനെ, അതായത് മഹാദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 84 വീതം 18 ദിവസം തുടർച്ചയായി വ്രതമെടുത്ത് ശരീരശുദ്ധിയോടെ മനഃശുദ്ധിയോടുകൂടി ജപിക്കുക. ജപിക്കുന്ന സമയത്ത് പ്രഭാതത്തിലായിരുന്ന വളരെയേറെ നല്ലതാണ്, ഉത്തമമാണ്. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക. ജപിക്കുന്ന സമയത്ത് ഒരു പായയോ അല്ലെങ്കിൽ അതായത് പുൽപ്പായയോ ആവണപ്പലകയോ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലിരുന്ന് ജപിക്കുക. ജപിക്കുന്ന സമയത്ത് ജപിക്കുന്ന ആളുടെ മുമ്പിൽ ഒരു നിലവിളക്ക് തെളിയിച്ച് ഒരു 5 തിരിയോ 7 തിരിയോ ആയിരുന്നാൽ വളരെയേറെ ഉത്തമം. ഭദ്രദീപമൊക്കെ തെളിയിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ്. ഈ ഒരു സന്താന ശങ്കര മന്ത്രം തിരുവാതിര നാള്, അതായത് തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസം ജപം സ്റ്റാർട്ട് ചെയ്ത് 3 മാസക്കാലം തുടർച്ചയായിട്ട് 3 മാസക്കാലം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് എല്ലാ മാസവും 3 മാസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്താന സൗഭാഗ്യം വന്നു ചേരുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആയുർവേദ സംബന്ധമായിട്ടുള്ള ചില മരുന്ന് പ്രയോഗങ്ങളാണ്. തിരുതാളിയിൽ മുക്കുറ്റി തിരുതാളി എന്ന് തുടങ്ങുന്ന ആ തിരുതാളിയുടെ വേരെടുത്തിട്ട് അരച്ച് നല്ലതുപോലെ മഷി പോലെ അരച്ച് പശുവിൻ പാലിൽ ചേർത്ത് 41 ദിവസം കഴിക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും സന്താന സൗഭാഗ്യം ലഭിക്കുന്നതാണ്. ഇത് ആൺകുട്ടിക്കും അതായത് പുരുഷനും കഴിക്കാവുന്നതാണ്, സ്ത്രീക്കും കഴിക്കാവുന്നതാണ്. അതുപോലെ ആയുർവേദം നിർദ്ദേശിക്കുന്ന മറ്റൊരു ഔഷധക്കൂട്ടാണ് ഏലയ്ക്ക, ഇരട്ടിമധുരം, ഗ്രാമ്പൂ, ജീരകം, കൂവളത്തിൻ്റെ ഇല ഉണങ്ങിയത്, കൂവളത്തിൻ്റെ ഇലയും പൂവും ഉണങ്ങിയതെടുത്ത് ഇതെല്ലാം കൂടെ പൊടിച്ചിട്ട് ശുദ്ധമായ തേനിൽ ചാലിച്ച് ദിവസവും കഴിക്കുകയാണെങ്കിൽ വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ ആയുർവേദം നിർദ്ദേശിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് 50 മില്ലി പശുവിൻ പാലെടുത്തിട്ട് 8 പേരാലിൻ്റെ മുട്ടെടുത്ത് ചതച്ച് ആ പശുവിൻ പാലിലിട്ട് കാച്ചി, അതായത് നന്നായി കാച്ചി എടുത്തതിന് ശേഷം അത് ആർത്തവ സമയത്ത്, അതായത് സ്ത്രീകളുടെ ആർത്തവ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രയോഗമാണിത്. ഇത് കുറച്ച് മാസക്കാലം ഇങ്ങനെ ചികിത്സിക്കുക എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആയുർവേദം നിർദ്ദേശിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് നാഗത്തിൻ്റെ പൂവല്ല, നാഗപ്പൂവ് എടുത്ത് 50 ഗ്രാം എടുത്ത് ശുദ്ധമായ പാലിൽ അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ സന്താന ലബ്ധിക്ക് വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രയോഗം, അതായത് ശുദ്ധമായ പാലെടുക്കുക, അതിൽ ഈന്തപ്പഴം മല്ലിയില നന്നായി ചതച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാലും ഇത് ഈ പറയുന്ന ഗുണം തന്നെയാണ് ലഭിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് പേരാലിൻ്റെ പഴം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പേരാലിൻ്റെ മുട്ട്, അതേപോലെ തന്നെ പേരാലിൻ്റെ പഴം എടുത്ത് 41 ദിവസം ശുദ്ധമായ പശുവിൻ പാലിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വളരെയേറെ നല്ലതാണ്. മറ്റൊരു പ്രയോഗമാണ് വിഷ്ണുക്രാന്തി എടുത്തതിന് ശേഷം അത് സമൂലം എടുത്ത് നല്ല ശുദ്ധമായ പശുവിൻ്റെ നെയ്യിൽ ചേർത്ത് അരച്ച് കഴിക്കുന്നതും വളരെയേറെ നല്ലതാണ്. അപ്പോൾ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ചില പ്രയോഗങ്ങൾ. പഴമക്കാർ മന്ത്രങ്ങൾ കൊണ്ട് പ്രയോഗിക്കും, മന്ത്രപ്രയോഗത്തോടൊപ്പം ഔഷധങ്ങളും കൊടുക്കുമായിരുന്നു. ഇതൊക്കെ നേരായ രീതിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്മയുണ്ടാകട്ടെ, ശുഭചിന്തകളുണ്ടാകട്ടെ. ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.